നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ കരൾരോഗ വിദഗ്ധനാണ്. പച്ചമരുന്ന് മുഹമ്മദ് ഫദീൽ പട്ടാമ്പി. 4 മണിക്കൂർ അരച്ച മരുന്ന് 4 ലിറ്റർ മരുന്നിൽ ബ്ലഡ് ക്യാൻസർ ആയാലും എമർജൻസി ക്യാൻസർ ആയാലും അതുപോലെ 2 കിഡ്നിയും 200% കേടായാലും അതുപോലെ തന്നെ തൊണ്ടയിൽ ആമാശയത്തിൽ ക്യാൻസർ ആയാലും കുടലിൽ ക്യാൻസർ ആയാലും ശ്വാസകോശത്തിൽ ക്യാൻസർ ആയാലും ഈ സാധനം കൊണ്ട് ശരിയാവും. ഇത് തികയാത്ത ചില ആളുകൾക്ക് ഒരു 30 ലിറ്റർ കഷായം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളുടെ രോഗത്തിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതന്നെ എനിക്ക് ചിലപ്പോഴും ചില ആളുകൾക്ക് തെറ്റുപറ്റാറുണ്ട്. കാരണം അവർക്കുള്ള മരുന്ന് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ഉണ്ടാക്കിയ മരുന്ന് അവർക്ക് ആവില്ല. അങ്ങനെ ചില സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ചില ആൾക്ക് AF എന്ന മരുന്നാണ് ഉണ്ടാക്കുന്നത്. അത് ഭൂരിഭാഗത്തിനും അങ്ങനെയുണ്ട്. AF ലോ ക്വാളിറ്റി മരുന്നിന് വളരെ ചുരുക്കിയ പൈസ വരുള്ളൂ, 8000 രൂപയെ വരുള്ളൂ. അത് ചില ആൾക്ക് ഇവിടെ കണ്ടുവരുന്ന ഭൂരിഭാഗം ആളുകൾക്ക് ഇപ്പോൾ അത് പറ്റുന്നില്ല. അവരെ രോഗത്തിന് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്, ആൾക്ക് പറ്റായില്ല. അപ്പോൾ 15000 രൂപയുടെ മരുന്ന് ചിലവർക്ക് പറ്റുന്നുണ്ട്, ചിലവർക്ക് പറ്റില്ല. ചില ആൾക്ക് ഈ മരുന്ന് എടുക്കാൻ പോയാൽ നമുക്കത് കിട്ടില്ല, അതിൽ കൂടിയതാണ് കിട്ടുക. അത് പ്രകൃതിയുടെ ഒരു തത്വമാണ്, എൻ്റെ തത്വമൊന്നുമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടില്ലെങ്കിൽ അതിൻ്റെ സാമ്യമുള്ളത് വാങ്ങിയിട്ട് പോരുക എന്നതാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ വിജയിക്കാറാണുള്ളത്, എന്നാൽ ചില കാര്യത്തിന് അത് മതിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ PRRF എന്ന് പറഞ്ഞിട്ടുള്ള DR എന്ന് പറഞ്ഞ സാധനം മിക്ക ആളുകൾക്കും വേണം, ഒട്ടുമിക്ക ആളുകൾക്കും. കാരണം അവർ ചിലവർ ഇൻസുലിൻ വെച്ചതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ ഉപയോഗിച്ചവരായിരിക്കും. അതുപോലെ തന്നെ മദ്യം പരിധിയിൽ കൂടുതൽ കഴിച്ചവരായിരിക്കും. ഇവർക്ക് ഈ സാധനം വേണം, അല്ലാതെ നടക്കില്ല. ഇപ്പോൾ വയനാട്ടിലെ ഒരു ഒറ്റമൂലി ഒരു വൈദ്യം പറയണ്ടായി, കീഴാർനെല്ലി കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ അത് രക്ഷപ്പെടുമെന്ന്. അതിൽ ഒരു 20% ശരിയുള്ളൂ, ബാക്കി 80% തെറ്റാ. 20% ശരിയെന്ന് പറഞ്ഞാൽ 80% തെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ സത്യം. ഒരാൾ വിചാരിച്ചാൽ, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരാൾ വിചാരിച്ചാൽ ഈ ലോകത്തിനൊക്കെ നന്നാക്കാൻ പറ്റുമോ, കേടുവരുത്താൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. എന്നാൽ നന്നാക്കാൻ വളരെ കാലം മുന്നേ മക്കയിലുള്ള ഒരു വലിയ നേതാവ് ആമിന ബീവിയുടെ ഓമന മകൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ലോകം ഒന്നായിട്ട് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിജയം ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ നന്നാക്കാൻ, അത് ഇവിടുത്തെ പണ്ഡിതന്മാർ പറയും, എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹം ക്ഷമിക്കും. അത് പൂഞ്ഞാറ് പോയി പറഞ്ഞാൽ മതി. എന്ത് തെറ്റ് ചെയ്താലും അങ്ങനെ ക്ഷമിക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ വേണ്ടാത്ത തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളത് വേണ്ടാന്ന് വെക്കണം. കൃത്യമായിട്ട് തെളിവുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അല്ലാത്തൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ബുദ്ധിയൊന്നുമില്ലേ? നിങ്ങളുടെ മലം തിന്നുന്ന നായ്കൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി അവിടെ പോയി. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി പണയം വെക്കരുത്, അതല്ല ചെയ്യേണ്ടത്. വേറൊരുത്തൻ്റെ കുടുംബത്തിൽ കയറി കയ്യിടാനോ അത് തച്ചു പൊളിക്കാനോ അല്ല നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നിങ്ങളൊരു മനുഷ്യനായി ജീവിക്കാനാണ്, മനുഷ്യനായി കാണണം. കറുത്ത വെളുത്ത മനുഷ്യർ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ആവില്ല. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും 90% കളവും 5% ശരിയും വെച്ചിട്ടാണ് പോകുന്നത്. ശരിക്കത് ഞാൻ ഈ പറയുന്നത് കേട്ടാൽ ആർക്കായാലും വിഷമം തോന്നും, എനിക്ക് മാത്രമൊന്നുമല്ല. അപ്പോൾ ഈ 95% നുണ പറഞ്ഞ ആളുകളെ ഉദ്ധരിച്ച് നമുക്കൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് മരുന്ന് മുഴുവൻ ആശുപത്രികളും എല്ലാ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യണം. അത് തച്ചുപൊളിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണം. അതുപോലെ കോട്ടക്കൽ ആര്യവൈദ്യശാല അവരുടെ കയ്യിൽ
കുറേ കൊത്തുമരുന്ന് കൈ പിടിച്ചുകൊണ്ടൊന്നും കാര്യങ്ങളാവില്ല. അവരെ കുറച്ച് 20% തെറ്റില്ലാത്ത കുറച്ച് മരുന്നുണ്ട്. കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്, തെറ്റ് കുറവുള്ള കുറച്ച് മരുന്നുണ്ട് 20%. അത് അവർക്ക് അവരുടെ പേപ്പറിൽ തന്നെ ആ 20% കാണിച്ച പേപ്പറേ അവർക്ക് വിടാൻ പാടുള്ളൂ, അല്ലാണ്ട് അപ്പുറത്തെ പാടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്നുകാരുടെ ഒരു മൂലയിൽ ഒരു സ്വല്പം നീലക്കടയെ പാടുള്ളൂ, ഒരു മൂലയിൽ ഒരു കുത്ത്. ബാക്കി അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 10,000 കോടി ജനങ്ങൾക്ക് ചികിത്സ ചെയ്താൽ ഒരാൾക്ക് മാത്രം കിട്ടുന്നതാണ്. അതാ ഈ ഒരു കുത്തിൻ്റെ അർത്ഥം. അത് നിസ്സാരം ഒന്നുമല്ല, സത്യം പറഞ്ഞ പേപ്പറേ പാവുള്ളൂ. മരുന്നിൻ്റെ ബോർഡ് പ്രചരിപ്പിക്കാത്ത, അതായത് ഇന്ന മരുന്നിന് ഇത്ര വില എന്ന് ബോധിപ്പിക്കാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. മരുന്നിൻ്റെ വിലയും അതുപോലെ മറ്റുള്ള സംവിധാനവും വേണം. അതുപോലെ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇനി ഇംഗ്ലീഷ് മരുന്നുകാർക്ക്, ഹോമിയോ മരുന്നുകാർക്ക്, ആയുർവേദ മരുന്നുകാർക്ക് 1 രൂപയും കിട്ടില്ല. ഒരാൾ അതിന് മെനക്കെടുകയും വേണ്ട, കാരണം തരില്ല. കാരണം നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് മുതൽ തൊട്ടിട്ട് മുകളിലേക്കുള്ള എല്ലാ ഭാഗത്തും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നീക്കണം, എല്ലാ മേഖലയും. അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അതിൽ വേണ്ട, മനസ്സിലായില്ലേ? കമ്മീഷൻ ഏജൻറ്റുമാരും വേണ്ട, മനസ്സിലായില്ലേ? അല്ലാത്ത രീതിയിൽ വേണം ഇനി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അതായത് ഇതുവരത്തെ തോന്നിയാസങ്ങളൊന്നും ഇനി ചെയ്യാൻ സാധിക്കില്ല, അതൊക്കെ മാറ്റേണ്ടി വരും, മനസ്സിലായില്ലേ? ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ കാരണം അവരുടെ തെറ്റായ നയം കൊണ്ടാണ്. 2700 രൂപ ശമ്പളമുള്ള ഉദ്യോഗസ്ഥന് 2003 ഞാനൊരു ശമ്പള കമ്മീഷൻ ഒപ്പിട്ടിരുന്നു. അത് വെറുതെ ഒരു ഒപ്പായിട്ട് നിങ്ങളാരും കരുതണ്ട. അതിന് ഉദ്യോഗസ്ഥന്മാരെ നന്നാക്കണം, എല്ലാവരും ജോലി ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എല്ലാവരും ജോലി ചെയ്യണം, 24 മണിക്കൂർ ജോലി ചെയ്യണം. ജോലി എങ്ങനെയാണോ? പക്ഷെ അതിൽ ചില ഉദ്യോഗസ്ഥന്മാർ വളവന്മാരാവും. ഒരു 20% ഉദ്യോഗസ്ഥർ നല്ലവരൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞില്ല, ഇനി പറയാൻ തയ്യാറുമില്ല. 30% പോലീസുകാർ നല്ലവരുണ്ട്. അവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിലും നോക്കില്ല, നടക്കില്ല, ഞാൻ ചെയ്യുകയില്ല. കാരണം അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടിയാണ്. ഇന്നലെ ഞാൻ സൈബർ സെല്ലിനൊരു രേഖ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിൻ്റെ വിഭാഗത്തിൽ. അതിൽ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരോടും ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥരോടും ക്രൈം ബ്രാഞ്ചിനോടും ഒരു കാര്യം പറയാം. എൻ്റെ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അതിൽ വരുന്ന പാകപ്പിഴവുകൾ ഏതാണെങ്കിലും നിങ്ങൾക്കൊരു പക്ഷേ ഒരു സസ്പെൻഷനോ ഡിസ്മിസോ കിട്ടിയാൽ നിങ്ങൾ തളരരുത്. എന്തെങ്കിലും കാരണവശാൽ നേരിട്ട് എത്തിപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നേരിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് ചില ഊന്നുവടികൾ ഞാൻ തരും. വടി പിടിക്കാനല്ല, നിയമവശത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ 1 രൂപയും ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ എവിടെയും പോവില്ല. അവർക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കായിരിക്കും. അതിൻ്റെയൊക്കെ മുകളിൽ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യും, ആ തടഞ്ഞു വെക്കണതിൻ്റെയൊക്കെ, മനസ്സിലായില്ലേ? അതിന് കൃത്യമായ കാരണങ്ങൾ വേണം. നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾക്ക് യൂണിഫോമുണ്ട്, ശമ്പളം തന്നിട്ടുണ്ട്, പിന്നെ എല്ലാവർക്കും വണ്ടി തരാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ വണ്ടി തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ യൂണിഫോം, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിങ്ങളുടെ അമ്മയാണെന്ന് ഓർക്കുക. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന നമ്മുടെ ഭൂമി നമ്മളുടെ മാതാവാണ്. നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അച്ഛനാണ് ദൈവം. അവരോട് ശപഥം ചെയ്യണം, ഈ ലോകത്ത് ആരോട് തെറ്റ് ചെയ്യില്ല. നിങ്ങളുടെ അമ്മയോടും നിങ്ങളുടെ അച്ഛനോടും നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ഭൂമിയോടും. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. എൻ്റെ മുന്നിലല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മണ്ണിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ തെറ്റ് ചെയ്യില്ല എന്ന്, കളവ് ചെയ്യില്ല എന്ന്, കൊലപാതകം ചെയ്യില്ല എന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ഈ കാര്യം തുറന്ന് പറയാം എൻ്റെ മുന്നിൽ ഉണ്ടാവണം. എന്നിട്ട് അധിക സ്വരമൊന്നും വേണ്ട, നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ കഥ കൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, ഞാൻ ഇതുവരെ കളവ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് കിടന്നു. അതിൽ തടസ്സമുണ്ടായി, അപ്പോൾ എനിക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും വേണം. അങ്ങനെ ഉണ്ടായാൽ പേരും കൃത്യമായ അഡ്രസ്സും വേണം. ആ അഡ്രസ്സിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ താമസിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഞാൻ ചില വശപ്പശകളൊക്കെ നിങ്ങളോട് പറയും. നിങ്ങൾക്കത് വെച്ച് മുന്നോട്ട് പോകാം. ഒരു പേടി ഒരാളെ, എന്നെ അടക്കം നിങ്ങൾക്ക് പേടിക്കണ്ട, എന്നെ അടക്കം നിങ്ങൾക്ക് പേടിക്കണ്ട. നിങ്ങൾ നിയമമാണോ അനുസരിക്കുന്നത്? നിങ്ങൾ നിയമമാണോ ചെയ്യുന്നത്? നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അംഗീകരിക്കുന്നുണ്ടോ? ഈ മണ്ണിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുത്തിനും തളരില്ല. നിങ്ങളുടെ പേര്, കളറ്, ജാതി ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല. അതിനവർക്ക് സാധിക്കില്ല. അത് നിങ്ങൾ നോക്കണം. ആരും ചോദ്യം ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിനവർക്ക് സാധിക്കില്ല. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ഊർജ്ജ ജീവനുമാണ്. അത് മൂന്നാണ്. അതിലേക്കുള്ള വെള്ളവും ഭക്ഷണവും മാത്രമേ ഇവിടുന്ന് വരുന്നുള്ളൂ. മറ്റുള്ള ഒന്നുമില്ല. അതിന് ഭക്ഷണം വേണമെന്നില്ല. നിങ്ങൾ 3 സെക്കൻഡിൽ അര ഗ്ലാസ് പച്ചവെള്ളം കഴിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഇന്ന് കഴിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ 200 ഇരട്ടി മൂല്യം ആ വെള്ളത്തിലുണ്ട്. വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് കിട്ടാത്ത മൂല്യം ഈ വെള്ളം കൊണ്ട് കിട്ടും. നിങ്ങൾ മദ്യം കഴിക്കാത്ത മൂല്യം ഈ വെള്ളം കൊണ്ട് കിട്ടും. നിങ്ങളുടെ എല്ലാ അവയവവും വർക്കാവും. നിങ്ങളുടെ ബ്ലഡ് ഓവർ സ്പീഡിൽ ഓടും. അതായത് നിലവിലുള്ള സാധനം നിൽക്കാണ്ട് ഓടും എന്നൊരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഓവർ സ്പീഡിൽ ഓടിയാൽ ഒരാൾ ജീവിച്ചിരിക്കില്ല, മരിക്കും. ഉള്ളതില്ലേ കുറഞ്ഞാലും അതുപോലെ സംഭവിക്കും. ആ കാര്യമല്ല ഈ പറഞ്ഞത്. നിങ്ങളെ ബ്ലഡിന് ലൂസാക്കി ലിമിറ്റ് സ്റ്റേജിൽ ഓടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് പോലീസുകാർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ്. അതേ സ്ഥാനത്ത് ഇതിലൊന്നും പട്ടാളക്കാർക്ക് സാധിക്കില്ല. പട്ടാളക്കാരുടെ അവരുടെ കൺട്രോൾ തന്നെ വേറെയാണ്. ആ കൺട്രോൾ ഉള്ളത് മാത്രമേ പറ്റൂ. അതിന് വിരമിക്കൽ വന്നാൽ പിന്നെ ഒരു ചാൻസ് മേധാവികൾക്കുണ്ട്. പട്ടാള മേധാവികൾക്കുണ്ട്. അതായത് നിങ്ങളെ കീറിയ യൂണിഫോം, മനസ്സിലായില്ലേ? യൂണിഫോം കീറിയിട്ട് പട്ടാളക്കാരോട് പറയാണ്, നിങ്ങൾ നിയമമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മാതാവിനും പിതാവിനും ഈ ഭൂമിക്ക് നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തത് നിയമമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ കീറിയ യൂണിഫോം ഇട്ടിട്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കാണുന്ന രീതിയിൽ ആ പരിസരത്തുണ്ടാവണം. എന്നാ കാണുന്നതെങ്കിൽ അതുവരെ ഉണ്ടാവും. അതാണ് അതിൻ്റെ കണക്ക്. നിങ്ങളവിടെ പച്ചവെള്ളം നിങ്ങൾക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടും, ജീവിക്കാൻ ധാരാളമായി. എന്നിട്ട് അങ്ങനെ ശ്രദ്ധയിൽ രാഷ്ട്രപതി വരാൻ പറഞ്ഞിട്ട് വിളിച്ചാൽ ധൈര്യമായിട്ട് ചെല്ലും. നിങ്ങളൊരു പട്ടാളക്കാരനാണ്. ഒരു രാഷ്ട്രപതിയോട് എന്താണ് നിങ്ങളുടെ സമീപനം? അത് നിങ്ങൾ ആദ്യം ചെയ്യണം. അതായത് നിങ്ങളുടെ മേലാഫീസർക്ക് ഒരു ആധികാരികമായി സല്യൂട്ട് നൽകുക. എന്നിട്ട് സ്റ്റഡി ക്ലാസ് ചെയ്യുക. അതിൻ്റെ ശേഷം പറയാനുള്ളത് പറയാൻ വേണ്ടി ഓർഡർ തരും. നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞാൽ 2 തവണ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരളവിൽ ഇക്കാര്യം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയോട് പറയാനുള്ള അവസരമുണ്ടാകും. വളരെ ചുരുങ്ങിയവരെ പറയാവും. അതിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഞാൻ എൻ്റെ മണ്ണിനും എൻ്റെ മാതാപിതാക്കൾക്കും ഈ രാഷ്ട്രപതിയുടെ മുന്നിലും തെറ്റുകാരല്ല എന്നും ഞാൻ പറയുന്നത് 100% എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും ഈ രാഷ്ട്രത്തിനും ആവശ്യമുള്ളതാണെന്നും അതുകൊണ്ട് ഇന്ന നടപടികൾ തെറ്റാണ് എന്നും മാത്രം അവിടുന്ന് ഒരു ഇഞ്ച് പിന്നെ മുന്നോട്ട് പോകരുത്. ബാക്കി പറയാനുള്ള വേദി അതല്ല. അതിന് വേദി നിങ്ങൾക്ക് വരും, പേടിക്കണ്ട. അതുവരെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്തുള്ള മുഴുവൻ ശമ്പളവും മുഴുവൻ കമ്മീഷനും മുഴുവൻ അലവൻസും അന്ന് നിങ്ങളാ പറഞ്ഞതിൻ്റെ മുകളിൽ ഒപ്പിട്ട് രാഷ്ട്രപതി വെച്ചിട്ടുണ്ട്. അധികം താമസിക്കാണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. അധികം താമസിക്കില്ല. കാരണം രാഷ്ട്രപതിക്ക് വിജ്ഞാപനം നിസ്സാരമല്ല, അതൊരു വലിയ ഘടകമാണ്. രാഷ്ട്രപതിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാരുടെ മേശപ്പുറത്ത് കൂടെ തിരിഞ്ഞിട്ട് വേണം ഇത് കമ്പ്യൂട്ടറിലേക്ക് കയറാൻ. കമ്പ്യൂട്ടറിലേക്ക് കയറിയിട്ട് 48 മണിക്കൂർ കഴിയാണ്ടേ ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ സിസ്റ്റമാണ്.
സിസ്റ്റത്തിനെ കുറ്റം പറയണമെങ്കിൽ അതിലും വലിയ തെളിവ് നമ്മുടെ കയ്യിൽ വേണം, അല്ലാണ്ട് പറ്റില്ല. കാരണം ഒന്നും പെട്ടെന്നൊന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റിയ സാധനമല്ല. അതേ സ്ഥാനത്ത് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാം. പട്ടാളക്കാരെ ഒരു ആഭ്യന്തര കലാപം ഇത് 4 വിഭാഗം സൈനിക മേധാവികൾക്ക് കിട്ടാത്ത റിപ്പോർട്ടാണെങ്കിൽ അത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവർ അറിഞ്ഞിരിക്കും, നടന്നിരിക്കും. 10 മിനിറ്റ് കഴിയുന്നതിൻ്റെ മുമ്പ് അതിന് നടപടി ഉണ്ടാവും. നടപടി അപ്പോൾ ഉണ്ടാവും. ഇത് നിങ്ങളറിയണം. ഇത് ഒളിച്ചു വെക്കാനുള്ളതൊന്നുമല്ല, ഒളിച്ചു വെക്കേണ്ട സാധനം പുറത്തിടാനുള്ളതല്ല. കാരണം നിങ്ങൾ എല്ലാവരും വസ്ത്രം എടുത്തിട്ടല്ലേ നടക്കുന്നത്. നിങ്ങൾക്കതൊന്ന് പുറത്തിടാൻ പറ്റുമോ? നിങ്ങളുടെ അശീലം എന്താണെന്ന് ഈ ലോകത്തെല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങളതൊന്ന് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നമ്മൾ തുണിയെടുത്ത പോലെ നമ്മുടെ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അത് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താനോ നുണ പ്രചരിപ്പിക്കാനോ വേദി, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഉപയോഗിക്കരുത്. നമ്മുടെ രാഷ്ട്രത്തിനെ തച്ചു പൊളിക്കാൻ നിങ്ങൾ മെനക്കെടരുത്. അതല്ല വേണ്ടത്. നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾക്ക് ഇനി ഈ ഗവൺമെൻറ്റിനെ വേണ്ട എങ്കിൽ അടുത്ത ആരാ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാനൊരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതൊന്നും ഈ സമ്പ്രദായം ഇന്നത്തെ നിലപാടൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഉദ്ദേശം ഒരുപാട് കാലമായിട്ട് എനിക്കൊണ്ട് പല രാഷ്ട്രങ്ങളും നടത്തി വരുന്നു. അതായത് 5 കൊല്ലത്തിലെ ആൾക്ക് ഒരു വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം വരുന്നത്. അത് മാറ്റി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മാത്രം ചെയ്യാം. ആ പഞ്ചായത്ത് ഇലക്ഷനിൽ വന്ന തോറ്റോലും ജയിച്ചോലും 2 പട്ടിക ഉണ്ടാക്കുക. തോറ്റോരെ ജയിച്ചോരെ അവരുടെ വോട്ടിൻ്റെ ശതമാനം അവരതിൽ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നീല കുത്ത് വരണം. വോട്ട് കുറഞ്ഞ ആളുകൾക്ക് മഞ്ഞ കുത്ത് വരണം. പിന്നെ 1-2 പേര് മാത്രം വോട്ട് ചെയ്ത ഒരാൾ വോട്ട് ചെയ്യാത്ത ആൾക്കും ചുവന്ന കുത്ത് വരണം. അപ്പോഴും അവർ സ്റ്റേജിലുണ്ട്. ഈ കുത്ത് അവരടുത്തുണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ മാത്രം വളരെ ചുരുങ്ങിയ ചിലവിൽ കാലയളവിൽ ഒരു ഇലക്ഷൻ നടത്തിയാൽ മതി. അതും വലിയ കൂടുതൽ ഇലക്ഷനൊന്നും വേണ്ട, വലിയ പ്രചരിപ്പിക്കണ്ട, നാട് നിങ്ങളെ ബോർഡ് വെക്കണ്ട, ഒന്നും ചെയ്യണ്ട. അവർ വേണ്ടത് ഈ മെമ്പർമാരുടെ വീടിൻ്റെ മുന്നിൽ മാത്രം അവർ ബോർഡ് സ്ഥാപിക്കുക. അത് നിശ്ചിത അളവിൽ. അപ്പോൾ അതിൽ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ അവരോട് അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായം അയാൾ എടുക്കുകയാണെങ്കിൽ, ഈ മെമ്പർ എടുക്കുകയാണെങ്കിൽ അവർക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എടുക്കാതിരിക്കാം. എന്നാൽ ഇത് വെച്ചിട്ടായിരിക്കണം അടുത്ത ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കേണ്ട, MLA തിരഞ്ഞെടുക്കാം. പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കാം. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ MLA തിരഞ്ഞെടുക്കാം. MLA മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാം. മുഖ്യമന്ത്രിമാർ ഗവർണറെ തിരഞ്ഞെടുക്കാം. ഇത്തരത്തിലാണ് എൻ്റെ തീരുമാനം. ഞാൻ നമ്മുടെ 1 രൂപയെങ്കിലും ചിലവ് ചെയ്യുന്നത് ചുരുക്കാൻ എന്താ വഴിയെങ്കിൽ അതാണ് തരിക. രൂപയുടെ കാര്യം മാത്രമല്ല, അതിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും.